നമ്മൾ വളരെ കോമൺലി കാണുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് കാൽ പത്തി അല്ലെങ്കിൽ കുതികാൽ വേദന, പ്ലാന്റാർ ഫസൈറ്റിസ്, ആൻഡ് എൽബോയിൽ കണ്ടുവരുന്ന ടെന്നീസ് എൽബോ ആൻഡ് ഗോൾഫേഴ്സ് എൽബോ. 30-40% ഓഫ് പോപ്പുലേഷൻ വളരെ പ്രായം കുറഞ്ഞവരിലും ഒരു 35 to 55 ഇടയ്ക്കും വളരെ കോമൺലി കണ്ടുവരുന്ന കണ്ടീഷൻസ് ആണ്. അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ആക്വവേവ് ഓർ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്ന ഈ നൂതന ട്രീറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ഇമ്പൾസ് ഗണ്ണും ഇത് ഇമ്പൾസ് ജനറേറ്ററുമാണ്. ഇലക്ട്രിക്കൽ കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതിന്റെ ഹെഡുകൾ മാറ്റുന്ന വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര പൾസ് കൊടുക്കണം, എത്ര പൾസിലൂടെ നമുക്ക് ഓരോ ഏരിയയും ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ കറണ്ട് വാസ് ഓൾവേസ് ഫൗണ്ട് ഓർ ഈസ് സ്റ്റിൽ യൂസ്ഡ് ഫോർ ലോട്ട് ഓഫ് ഹീലിംഗ് പർപ്പസസ്. ഡാമേജ് ഉള്ള സന്ധികളിൽ ഓർ ലിഗമെന്റ്സ് ഓർ ഈവൻ മൈക്രോ ഫ്രാക്ചേഴ്സിൽ പോലും കറക്റ്റ് എമൗണ്ട് ഓഫ് ഷോക്ക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിലൂടെ അവിടുത്തെ നീര് കുറയുക, കൊളാജൻ പ്രൊഡക്ഷൻ കൂടുക, ഇൻഫ്ലമേഷൻ കംപ്ലീറ്റ്ലി മാറുക, പെയിൻ റിഡക്ഷൻ ഉണ്ടാവുക ആൻഡ് ഹീലിംഗ്. മൈൽഡ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് പോലും കറക്റ്റ് ഫോം ഓഫ് ഷോക്കിംഗ് തെറാപ്പിയിലൂടെ ബ്ലഡ് സപ്ലൈ കൂടിക്കൊണ്ട് ഫ്രാക്ചർ സ്റ്റാർട്ട്സ് ഹീലിംഗ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്വവേവ് ഷോക്ക് വേവ് തെറാപ്പിയും നമുക്ക് ലഭ്യമാണ്.